ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഞാൻ തടവല്ല സിനിമ കാണാനാ ലൈവിലൊക്കെ വന്നിരുന്നു പറയണ പോലെ, ലാലിട്ടനൊക്കെ വന്നിരുന്നു പറയണ പോലെയൊക്കെ. എനിവേ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ രാത്രി സ്ത്രീ 2 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. PVR PXL പ്രീമിയറിംഗ് ആയിരുന്നു തോന്നുന്നു. ഇന്നാണ് ആക്ച്വലി റിലീസ്. 10:45 PM ഷോയ്ക്ക് ഇന്നലെ രാത്രി പടം കണ്ടു. ഞാൻ സത്യം പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞ പടം ഇന്നലെയാണ് ഇരുന്ന് കാണുന്നത്. എനിക്ക് അവന്മാരുടെ ഈ യൂണിവേഴ്സിൻ്റെയും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് 2 കൊല്ലം മുമ്പ് വേഡിയ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പോയി കണ്ടത്. എനിക്കതൊരു എന്താ പറയുക, ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നിയുള്ളൂ. എനിക്ക് വല്ലാണ്ട് ബോറടിച്ചു. ഞാൻ തിയേറ്ററിൽ പോയിരുന്നു തുടങ്ങി. അത്ര മികച്ച ഒരു തിയേറ്ററിലാണ് ഞാൻ അത് ഇരുന്ന് കണ്ടത്. അത് വേറെ കാര്യം. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊള്ളാം എന്നുവെച്ചാൽ ബോധിച്ചു. ഒരു എന്താ പറയുക, ഒരു എബോവ് ആവറേജ് ഓർ അത്യാവശ്യം നല്ല പടം തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ ചിരിക്കാൻ ഒരുപാട് ഉണ്ടാവും. കുറേ എന്താ പറയുക, ജംപ് സ്കെയർസ്, നല്ല നല്ല കുറേ ജംപ് സ്കെയർസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. ബാക്കിയുള്ളവരുടെ ആരും എനിക്ക് അറിഞ്ഞുകൂടാ. ആ സാധനമൊക്കെ ഭൂതം പോലത്തെ സാധനമൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഞെട്ടലൊക്കെ എനിക്കുണ്ടായിരുന്നു. ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു, പങ്കജ് ത്രിപാഠി, പിന്നെ ഇതിൽ തമന്ന ഉണ്ട്. അങ്ങനെ കുറച്ച് പേര്. പിന്നെ 2 അടിപൊളി ക്യാമിയോ റോൾസ് ഉണ്ട് പടത്തിൽ. അതും പൊളിയായിരുന്നു. വിഷ്വലി അടിപൊളി, സൗണ്ട് ഡിസൈൻ വൈസ് അടിപൊളി, BGM സ്കോർസ്, മ്യൂസിക് കാര്യങ്ങൾ അടിപൊളി. ഓവറോൾ നല്ലൊരു സിനിമ തന്നെ. സ്ത്രീ എന്ന് പറഞ്ഞ പടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കഥയും പശ്ചാത്തലവും എല്ലാം അറിയാമായിരിക്കുമല്ലോ. ഒരു നാട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നം, പഴയൊരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നു. അവിടെ അവരെ അതിനെ കുടിയിരുത്തുന്നു. തിരിച്ച് വേറൊരു എന്താ പറയുക, അതിൻ്റെ നമുക്ക് ഓരോരോ ഇതുണ്ടാവില്ല, പ്രോസ്പെക്റ്റീവ്സ്, വേറൊരു പ്രോസ്പെക്റ്റീവിൽ നിന്ന് കാണുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അവിടെ എങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഥ എന്താണെന്ന് പറയുന്നില്ല. ഞാൻ ട്രെയിലർ പോലും കാണാതെയാണ് സിനിമയ്ക്ക് പോയത്. അപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കഥേൻ്റെ കേസിലായാലും ഒന്നും അറിഞ്ഞുകൂടാ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാം, അവിടെ ട്വിസ്റ്റ് ഉണ്ടാവാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. നിങ്ങൾ ട്രെയിലർ കണ്ട ഒരാളാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ല. അപ്പോൾ സിനിമ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഈ ബേഡിയ എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫൈനൽ പോർഷനിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ യൂണിവേഴ്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ യൂണിവേഴ്സായിട്ട് വരുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ സ്ത്രീ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ബേഡിയ മൂഞ്ചിയ എന്ന് പറഞ്ഞ സിനിമയും ഈ ഒരു എന്താ മാഡോക്ക് യൂണിവേഴ്സ് അങ്ങനെ പറഞ്ഞവന്മാർ ആ ഒരു യൂണിവേഴ്സിൽ പെട്ട പടമാണെന്നാണ് ഞാൻ കേട്ടത്. ഇനിയിപ്പോൾ മൂഞ്ചിയ അത് തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് OTT വരുമ്പോഴാണോ എനിക്ക് കാണാൻ. പിന്നെന്തൊരു പറയാടെ, ശ്രദ്ധ കപൂർ കിട്ടില്ല. ആക്ടിങ് വൈസ് ഒക്കെ എല്ലാവരും അടിപൊളി. രാജ്കുമാർ റാവു ആയാലും കോമഡി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം കോമഡി, കുറേ ചിരിക്കാനുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ ചിരിക്കാനുണ്ട്. നമ്മൾ എന്താ പറയുക, ഈ ഒരു പേടിപ്പിക്കുന്ന നല്ല മനസ്സിൻ്റെ ഇടയിൽ കൂടി തന്നെ അവരുടെ ഓരോ ഇതൊക്കെ കാണിച്ച് രാഘവോ രാജപ്പോ അതിൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും അവരുടെ എന്താ പറയുക, അവരുടെയൊക്കെ ഒരു ആൻസിസ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു കോമഡീൻ്റെ കാര്യത്തിൽ കേട്ടോ, അവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം കൊണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക, വൈബടിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു പടം. പിന്നെ തമന്നേൻ്റെ ഒരു കിടില ഐറ്റം ഡാൻസ് ഉണ്ട്. അവസാനം 2 പാട്ടുണ്ട്. പിന്നെ പാട്ട് കഴിഞ്ഞാൽ ആരും ഇറങ്ങി ഓടരുത്. പാട്ട് വരുമ്പോൾ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം. ഇനിയിപ്പോൾ അടുത്ത ഇപ്പോൾ സമയത്തുണ്ട് 7:30 കഴിഞ്ഞ് 9 മണിക്ക് തങ്കലാൻ്റെ ഷോ ഉണ്ട്. അത് ഞാൻ പോയി കാണണം, വിക്രത്തിൻ്റെ. 1 മണിക്ക് നുണക്കുഴിയുണ്ട്. ബേസിൽ, ഗ്രേസ്, സിദ്ദിഖിക്ക, മനോജ് കെ ജയൻ, ബൈജു ചേട്ടൻ, ജിത്തു ജോസഫ് പടം. അത് കഴിഞ്ഞ് പിന്നെ വിപിൻ ദാസ് എഴുതിയ മറ്റേ പടം ഉണ്ടല്ലേ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം കൂടിയുള്ള വാഴ, ആ പടവും കാണാനുണ്ട്. അതിൽ 3:45 ഷോ. ഇന്നത്തെ ദിവസം മൊത്തം തിയേറ്ററിൽ തന്നെയാണ് തീർക്കാൻ പോണത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പടം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി വരുന്ന യൂണിവേഴ്സിലെ സീരീസ് പടങ്ങളെല്ലാം ഞാൻ കാണുന്നതാണ്. ഇപ്പോഴാണ് എല്ലാത്തിനും ഒരു ബോധ്യത വന്നത്.
സോറി വ്യക്തത വന്ന് ഉറക്കത്തിൽ നിന്ന് എനിച്ചിരിക്കുകയാണ് യാ ബൈ ബൈ.